ഓപ്പൺ ടേസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി മുന്തിരിക്കൊത്താണ്. നല്ല മധുരമുള്ളതും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഈ മുന്തിരിക്കൊത്ത് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അരമുറി തേങ്ങ, 125 ഗ്രാം ശർക്കര, 4 ഏലക്ക ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടായതിനു ശേഷം ചെറുപയർ പരിപ്പിട്ട് ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുത്തെടുക്കാം. അതിനുശേഷം ഇതിന് തണുക്കാനായി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. അതേ പാനിൽ തന്നെ ഗ്രേറ്റ് ചെയ്ത തേങ്ങയും വറുത്തെടുക്കാം. ഇതും ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് തണുക്കാനായി മാറ്റിവെക്കണം. ഇനി മിക്സിയുടെ ജാറിലേക്ക് തണുക്കാനായി വെച്ച ചെറുപയർ ഇട്ട് തരികളോടുകൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. ചെറുപയർ 2 തവണയായിട്ടാണ് അടിച്ചെടുക്കുന്നത്. 2ാം തവണ അടിക്കുമ്പോൾ 4 ഏലക്കായും കൂടെ ചേർത്ത് അതും തരിയോടുകൂടെ തന്നെ നമുക്ക് അടിച്ചെടുക്കാം. ഇതിലേക്ക് വറുത്ത തേങ്ങയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ശർക്കര ഉരുക്കിയെടുക്കണം. 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കരുത്. അതിനുശേഷം ഒന്ന് അരിപ്പയിൽ അരിച്ചെടുക്കണം. ഇതിനെ പയറിൻ്റെ മിക്സിലേക്ക് കുറേശ്ശെയായി ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ഈ ഒരു മിക്സ് നമ്മുടെ കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് കുഴച്ചെടുക്കണം. ഇനി ഇതിനെ ചെറിയ ഉരുളകളാക്കി തണുക്കാനായി മാറ്റിവെക്കാം. ഇനി ഇതിനാവശ്യമായ ഒരു കോട്ടിംഗ് തയ്യാറാക്കണം. അതിനായി ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇടിയപ്പം പൊടിയോ പത്തിരിപ്പൊടിയോ എടുക്കാം. അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ പഞ്ചസാര, അല്പം ഉപ്പ് ഇവയെല്ലാം കൂടെ ചേർത്ത് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് കലക്കിയെടുക്കണം. ഒരുപാട് ലൂസായി പോകരുത്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് എണ്ണ ചൂടായതിനു ശേഷം മാവിൻ്റെ ഒരു ഉരുള ഈ മിക്സിലേക്ക് ഇട്ട് മുഴുവനായി ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം എണ്ണയിലേക്ക് ഇടാം. ഓരോ ഉരുളകളും ഇങ്ങനെ തന്നെ ചെയ്ത് നമുക്കൊന്ന് വറുത്ത് കോരി എടുക്കണം. ഫ്ലെയിം ഒരു മീഡിയത്തിൽ തന്നെ ഇടണം. 2 സൈഡും പാകത്തിന് വെന്തതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് വറുത്ത് കോരി എടുക്കണം. മറ്റെല്ലാ ഉരുളകളും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. തീർച്ചയായും ഈ മുന്തിരിക്കൊത്ത് നിങ്ങളും തയ്യാറാക്കി നോക്കണം. എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടും. നിങ്ങൾ ഈ ചാനൽ കാണുന്നതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.